ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും ആവിയിൽ വേവിക്കുന്ന പലഹാരത്തിനാണല്ലോ പ്രിയം കൂടുതൽ. അത്തരത്തിൽ ആവിയിൽ വേവിച്ച ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂട്ടി തരിക. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അതിനായിട്ട് 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതൽ എടുക്കാവുന്നതാണ്. അതിലേക്ക് പിന്നെ വേണ്ടുന്നത്, നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കത് ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടിയാണ്, തൊലിയൊക്കെ കളഞ്ഞ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ. പിന്നെ കുറച്ച് കിസ്മിസ്, ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്ന ഒരു 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണെങ്കിൽ അതെടുത്താലും മതി. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ചെറിയ തരിയൊക്കെ കിടന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് അത് ഉടഞ്ഞ് കിട്ടും. ഇതേപോലെ ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്തെടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത്, അതിലേക്ക് 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച് ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. അതിൽ പൊടിയും കല്ലും ഒക്കെ കാണും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇതിൽ അല്പം കല്ലുപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അടച്ച് ഒരു 10 മുതൽ 15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും. അതിനുശേഷം എടുത്തതാണിത്. റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇതിന് വെള്ളം ആവശ്യമുണ്ട്. വെള്ളമല്ല ചേർക്കുന്നത്. അതിൽ ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പല്ല, ആവശ്യത്തിന് ഇത് 1/2 കപ്പുണ്ട്. നമുക്ക് കൂടുതൽ കട്ടിയാവാനും പാടില്ല, പിന്നെ വെള്ളം പോലെ ആവാനും പാടില്ല. അത് കണക്കാക്കി വേണം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പശുവും പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിത് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണക്കിന് ഇത് മാവ് പരുവായി വന്നിട്ടുണ്ട്. പശുവും പാലാണ് ഇത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ടാണ്
തേങ്ങാപ്പാൽ ചേർത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും പിന്നെ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചത്, അതാണ് ഈ വെളുത്ത കളറ്. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം, ബാക്കി വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഉള്ളിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തോണ്ടിരിക്കുന്നത്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ മാവ് ശരിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് പേപ്പർ ഗ്ലാസ്സിലാണ് ഞാനിത് ഒഴിച്ച് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിലോ ചെറിയ കിണ്ണികളുണ്ടെങ്കിലോ അതിലോട്ട് ആക്കിയാലും കുഴപ്പമില്ല. വീട്ടിലുള്ള ഏത് പാത്രത്തിലായാലും ഇത് സ്റ്റീം ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് നിറച്ചൊഴിച്ച് കൊടുക്കരുത്, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് എല്ലാത്തിലും ഇതേപോലെ ഒഴിച്ച് എടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒത്തിരി ഈവനിങ് സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത നട്ട്സൊക്കെ മുന്തിരിങ്ങയൊക്കെ നമുക്കിതിന് മുകളിലിട്ട് കൊടുക്കാം. ഇത് അല്പം ബദാം ചോപ്പ് ചെയ്തതാണ്, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ. അതിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. കുറച്ച് ബദാം ചോപ്പ് ചെയ്തോടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ. അത് നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ, ഞാൻ 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാൻ. സ്റ്റീം ചെയ്തെടുക്കാം. ആയി ഒന്നറിയാൻ ഇത് ഒരു സ്റ്റിക്ക് വെച്ച് വേണം ഒന്ന് കുത്തി നോക്കണം, അപ്പോഴും അറിയാൻ പറ്റും. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് പുറത്തെടുത്ത് വെച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ പേപ്പർ കട്ട് ചെയ്ത് മാറ്റാം. പെട്ടെന്ന് ഇളകി വരും ഇതിൽ നിന്ന്, ഗ്ലാസ്സിൽ നിന്ന്. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ആ കപ്പലണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.